ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ഫെബ്രുവരി മന്ത് റീഡിംഗ് ആണ്. നമുക്ക് പുതിയ മാസത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡിംഗ് എടുക്കുന്നത്. ഫസ്റ്റ് പൈൽ ഇതാണ്, ഗോൾഡൻ ആമയാണ്, ഗോൾഡൻ ടോർട്ടോയ്സ്. സെക്കൻഡ് പൈൽ 7 ചക്ര ബ്രേസ്ലെറ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. സെലക്ട് ചെയ്ത് കാണുമല്ലോ. അപ്പോൾ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം നമുക്ക്. സെക്കൻഡ് പൈൽ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ടോർട്ടോയ്സ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതുപോലെ തന്നെ നമ്മൾ ടാരോ കാർഡ്സ് ആദ്യം റീഡ് ചെയ്യും, എന്നിട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് നമ്മൾ ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഏഞ്ചൽ മെസ്സേജസ് ഉണ്ട്, ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്, മെസ്സേജസ് ഉണ്ട്, അതുപോലെ ഒറക്കിൾ കാർഡ്സ് ഉണ്ട്, എനർജി ഒറക്കിൾസ് ഉണ്ട്, ഹെയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജസ് ഉണ്ട്, അതുപോലെ നമ്മുടെ മൂണോളജി കാർഡ്സ് ഉണ്ട്, ഗണപതി ഭഗവാന്റെ ബ്ലെസ്സിങ്സും ഉണ്ട്. ഇതെല്ലാം കൂടി ഉൾപ്പെട്ടിട്ടാണ് നമ്മൾ റീഡിംഗ് എടുക്കുന്നത്. അതായത് കളക്റ്റീവ് റീഡിംഗ് ആണ്, അതായത് മന്ത് റീഡിംഗ് അല്ലേ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം നമ്മൾ ടാരോ കാർഡ്സ് 10 എണ്ണം എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഫസ്റ്റ് പൈലുകാർക്ക് ആദ്യം വന്നിരിക്കുന്നത് എന്താണെന്ന് കണ്ടോ? വളരെ 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 സന്തോഷകരമായ എനർജിയാണിത്. ഏസ് ഓഫ് പെന്റക്കിൾസ്. അടുത്തായിട്ട് 4 ഓഫ് വാൻഡ്സ്. എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജി. 5 ഓഫ് വാൻഡ്സ്. ഫൂൾ കാർഡ്. ദ ലവേഴ്സ്. സ്ട്രെങ്ത്. 10 ഓഫ് പെന്റക്കിൾസ്. 3 ഓഫ് വാൻഡ്സ്. പേജ് ഓഫ് സോഡ്. 10 കാർഡ്സായി നമുക്ക് നോക്കാം. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ കണ്ടില്ല, നിങ്ങൾക്ക് സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അല്ല എങ്കിൽ പുതിയൊരു ജോലി നിങ്ങൾക്കിപ്പോൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പുതിയ ജോലി ലഭിക്കുക മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്തതിൻ്റെ സാലറി നിങ്ങൾക്ക് ലഭിക്കാനുണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട്. ഈ ഒരു മന്ത്, അതായത് ഈ ഒരു ഫെബ്രുവരി മന്തിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒന്നുകിൽ പുതിയ ജോലി വരാം, അതുമല്ല എങ്കിൽ സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരാം. ഇനി ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ജോലി ചെയ്തതിൻ്റെ സാലറി നിങ്ങൾക്ക് ലഭിക്കാനുണ്ടെങ്കിൽ അത് ലഭിക്കും. എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുണ്ടോ, അത് ലഭിക്കും. ഇനി മറ്റ് ചെറിയ ചെറിയ അവസരങ്ങൾ, സാമ്പത്തികം ലഭിക്കാനുള്ള ചെറിയ ചെറിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാനുണ്ടോ, അതും ഇവിടെ സാധ്യമാകുന്നതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷത്തിൻ്റെതായ എനർജിയാണ്, അതായത് സമ്പത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പെന്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ് വെർഗോ കാപ്രിക്കോൺ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് സാമ്പത്തികത്തിൻ്റെതായ എനർജിയാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് 4 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. 4 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ 11 നമ്പർ കാണുന്നുണ്ടായിരിക്കാം. അത് എന്തുകൊണ്ടാണ് അതങ്ങനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ ഒരു മാറ്റം വരുന്നു എന്നുള്ളതിൻ്റെ ഒരു തുടക്കം നിങ്ങളെ യൂണിവേഴ്സ് അറിയിക്കുന്നതാണ്.
മനസ്സിലായോ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കാം, അതിൽ പുതിയ പുതിയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതാണ്. ആത്മീയപരമായ പാതയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് നിങ്ങൾ 1111 നമ്പർ കാണുന്നത്. അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി കൊണ്ടുതരുന്നതാണ് എന്നാണ് പറയാൻ പറ്റുന്നത്. ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് വരികയാണ്. ഈ ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സമയമാകുന്നു എന്നുള്ളതാണ്. അല്ലാതെ എല്ലാം കൂടെ ഉടനെ ലഭിക്കുന്നു എന്നുള്ള മീനിങ് അല്ല. ഇത് കാണാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ അടിക്കടി മറ്റ് ചില നമ്പേഴ്സുകൾ ഇങ്ങനെ കാണാൻ തുടങ്ങുമല്ലോ, അപ്പോഴൊക്കെ നിങ്ങൾക്ക് പുതിയ തുടക്കം വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് വരുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ വിവാഹം നടക്കാതിരിക്കുന്നവരുടെ വിവാഹം നടക്കാം, അതുമല്ല എങ്കിൽ ചിലപ്പോൾ ജോലി ലഭിക്കാം, അതുമല്ല എങ്കിൽ വീടിൻ്റെ എനർജി ആവാം, കുട്ടികളുടെ എനർജി ആവാം. ഇങ്ങനെ പലതരത്തിൽ സന്തോഷത്തിനായുള്ള എനർജീസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം തരുന്നതാണ്, മാറ്റത്തെ കൊണ്ടുവരുന്നതാണ് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് 5 ഓഫ് വാൻസിന്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ 5 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോൾ അകപ്പെട്ടിട്ടുണ്ടാവാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ഇന്റർവ്യൂസിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും, അല്ല എങ്കിൽ ചില മത്സര പരീക്ഷകളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവും. ഇനി അതുമല്ല, ഇതൊന്നുമല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിലെങ്കിലും ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും നിങ്ങൾ തമ്മിൽ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാവാം. അവിടെ നിന്നൊക്കെ നിങ്ങൾക്കിവിടെ മുന്നോട്ട് വരാൻ സാധിക്കും, അതല്ല നിങ്ങളിവിടെ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണിത്. ഈ ഒരു ശ്രമം നിങ്ങളെ വിജയത്തിലെത്തിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വൺസ് ഫയർ സൈൻ ആണ് ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് കപ്പ് എനർജിയാണ്. 8 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇനി നിങ്ങൾ ഈ മാസം ആരെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്തതിന് വിട്ടുപോകാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് നെഗറ്റീവ് എനർജീസിനെ നമ്മൾ വഹിച്ചുകൊണ്ട് നടക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഒരുപാട് നെഗറ്റീവ് എനർജീസ് നമ്മൾക്കുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളത് പലരും തിരിച്ചറിയുന്ന എനർജിയാണ്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് വേണ്ടെന്ന് വെക്കാൻ സാധിക്കും. നിഷ്പ്രയാസം നമുക്ക് വേണ്ടെന്ന് വെക്കാൻ സാധിക്കും ചില കാര്യങ്ങളെയൊക്കെ. അപ്പൊ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് നല്ലൊരു എനർജീസിലേക്ക് പോകാൻ സാധിക്കും, നല്ലൊരു എനർജിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. പിന്നീട് നിങ്ങൾക്ക് വരുന്നതൊക്കെ സന്തോഷത്തിൻ്റെതായ എനർജീസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ വിട്ടുപോകുന്നു എന്നുള്ളത്. എനിക്കിതൊന്നും ആവശ്യമില്ല, ഞാനിത് ഉപേക്ഷിക്കുന്നു. കപ്പാണ്, കാരണം എന്താണ്, ഇമോഷൻസിനെ കുറിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, അതായത് ഇമോഷണലി ബാലൻസ്ഡ് അല്ലാത്ത ചില കാര്യങ്ങളെയാണ് നമുക്കിവിടെ ഉപേക്ഷിക്കാൻ പറ്റുന്നത്. മനസ്സിലായി? എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോട്ട്സ്, അനാവശ്യകരമായ ചിന്തകൾ, അനാവശ്യകരമായ വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ ഇമോഷൻസിന് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ്. അപ്പോൾ അത്തരത്തിലുള്ള എനർജീസിനെ ഒരുപാട് ഇവിടെ നിന്ന് വിട്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഉപേക്ഷിക്കുകയാണ്, ഇനി വേണ്ട, ഇനി ഇത്തരത്തിലുള്ള എനർജി എനിക്ക് വഹിക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് അതിന് തക്ക മാനസികാവസ്ഥ ഇല്ല, എനിക്ക് മെൻ്റൽ സ്ട്രെങ്ത് അത്രമാത്രം ഇല്ല, അതുകൊണ്ട് ഞാനിത് ഉപേക്ഷിക്കുന്നു, ഞാനിത് ഉപേക്ഷിച്ചിട്ട് മറ്റൊരു വഴിക്ക് പോകുന്നു എന്ന് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ തീരുമാനമെടുത്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഫുൾ കാർഡ്. കണ്ടില്ലേ, ഇവിടെ തുടക്കം വരികയാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല തുടക്കമാണ് വരുന്നത്. കാരണം ഈ അനാവശ്യകരമായ ടോക്സിക് ആയിട്ടുള്ള എനർജീസിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു. അപ്പോൾ എന്താണ് വരുന്നത്? സ്പിരിച്വൽ കണക്ഷനിലേക്ക് നിങ്ങൾ നീങ്ങുകയാണ്, ദൈവികമായ ഒരു എനർജിയിലേക്ക് പോകുന്നു. അതുമല്ല, നിങ്ങൾ ആത്മീയപരമായ പാതയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ ഒരു എനർജി വളരെ നല്ലതാണ്, നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്നതാണ്, സമാധാനം തരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് പുതിയ തുടക്കം, നല്ല തുടക്കമാണ് വരുന്നത്. പിന്നീട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുക. അപ്പൊ നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ട്രെങ്ത് ലഭിക്കും. സ്ട്രെങ്ത് ലഭിക്കുമ്പോൾ എന്താണ്, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു സ്ട്രെങ്ത് ലഭിക്കുകയാണ്. അതായത് നല്ല പവർഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതായത് നമുക്ക് ഇതുവരെയും നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ, അപ്പോൾ ഇതുവരെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ ഇതുവരെയും സാധിച്ചിരുന്നില്ല. പക്ഷെ ഈ ഒരു സമയത്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സമയമുണ്ടല്ലോ, ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമയമുണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് ഇതിനെ ഉപേക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെ മറികടക്കാൻ സാധിക്കും.
എത്രയും വലിയ ആപത്തുകൾ വന്നോട്ടെ, എത്രയും വലിയ തടസ്സങ്ങൾ വന്നോട്ടെ, അതിനെ പതുക്കെ പതുക്കെ ക്രമേണ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കും. അതുമല്ല എങ്കിൽ ക്രമേണ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ മറികടന്നിട്ട് നിങ്ങൾക്ക് മെന്റലി സ്ട്രോങ് ആവാൻ സാധിക്കും, കൂടുതലായിട്ട് പവർഫുൾ ആവാൻ സാധിക്കും, കൂടുതലായിട്ട് ആക്റ്റീവ് ആകാൻ സാധിക്കും. എന്ത് പ്രശ്നമാണോ ഇങ്ങോട്ട് വരുന്നത് അതിനെ നമുക്ക് കയ്യിൽ ഒതുക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നിട്ട് കൂടുതലായിട്ട് ധൈര്യത്തോടുകൂടി ഇരിക്കാൻ സാധിക്കും. ഇവിടെ അടുത്തായിട്ട് ലവേഴ്സാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? മേജർ അർക്കാനയുടെ ലവേഴ്സാണ്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. വളരെ നല്ല എനർജീസ് ആണ്. ആവശ്യമില്ലാത്തതിനെ കളയുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മളിലേക്ക് നല്ല നല്ല ചില കാര്യങ്ങൾ വരുന്നത്. മനസ്സിലായി? ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസ് നമ്മളുടെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടന്നാൽ തന്നെ നമ്മളിലേക്ക് നല്ലതൊന്നും വരില്ല. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോഴാണ് പോസിറ്റീവ് തോട്ട്സ് വരുന്നത്, അതുപോലെയുള്ള കാര്യങ്ങൾ ആകർഷിച്ചു വരുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പാർട്ട്ണർഷിപ്പ് വരുന്നുണ്ട്, നിങ്ങൾക്കൊരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യത്തിന്, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കൂട്ടാകാൻ വേണ്ടി, ആ ഒരു കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പരസ്പരം റെസ്പെക്ട് ചെയ്ത്, പരസ്പരം ലവ് ചെയ്ത്, കെയർ ചെയ്ത്, സപ്പോർട്ട് ചെയ്ത് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോറി. അപ്പൊ അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഈ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരാൻ സമയമായിരിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് ഫെബ്രുവരി മന്ത്, ഈ മന്ത്, അതായത് ഈ മന്തിൽ തന്നെ ഇത് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ. ഇത് വളരെ നല്ല എനർജിയാണ്. പാസ്റ്റ് ലൈഫ് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും, അവിടെ നിന്നും അത് പിരിഞ്ഞു പോയിട്ട് വീണ്ടും ഈ ഒരു ജന്മത്ത് കൂട്ടായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഇന്ന് കോംപ്രമൈസ് ചെയ്തു പോകാൻ, പാർട്ട്ണർഷിപ്പ് ചേർന്ന് പോകാൻ തക്കതായ ഏറ്റവും നല്ല മനോഹരമായ ഒരു കണക്ഷനാണ് നിങ്ങളിലേക്ക് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. 10 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ എനർജീസ് കൂടുതലായിട്ടും. മനസ്സിലായി? ഈ ഒരു സാമ്പത്തിക എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ കഴിയാൻ പറ്റും. എന്നിട്ട് എന്താണ്? മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ അവരവന്റെ ആവശ്യത്തിന് മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണമെങ്കിൽ മറ്റുള്ളവരുമായിട്ട്, അങ്ങനെ നമ്മുടേതായ ആവശ്യങ്ങൾ നമുക്ക് സ്വയം നടത്തി മുന്നോട്ട് പോകാൻ പറ്റുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 3 ഓഫ് വാൺസിന്റെ എനർജി വന്നിട്ടുണ്ട്. 3 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? പല കാര്യങ്ങൾക്ക് നിങ്ങളിപ്പോൾ വെയിറ്റിങ്ങിലാണെന്ന് കാണുന്നുണ്ട്. എന്തോ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയാവണം, അതുമല്ല എങ്കിൽ മറ്റു ചില ജോലിക്കാര്യങ്ങൾക്ക് വേണ്ടിയാവാം, ഒന്നുകിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന് വേണ്ടിയോ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങളിലേക്ക് വരാനുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തിരിക്കുന്നു. ഇത് വന്നുവെങ്കിൽ മാത്രമേ, നിങ്ങൾ ഈ കാത്തു നിൽക്കുന്ന കാര്യം വന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതല്ല എങ്കിൽ ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ പറ്റൂ എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായി? അത്യാവശ്യമുള്ള ഒരു വാണ്ടിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാണ്ടാണ് ജീവിതത്തിൽ ഇനി സന്തോഷവും സമാധാനവും തരാൻ പോകുന്നത്. ചിലപ്പോൾ ജോലിയാവാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി വരാനാവാം, ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ വന്നു ചേരാനുണ്ടാവാം. അതായിരിക്കണം. മനസ്സിലായി? അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കറിയാം, അത് നിങ്ങളിലേക്ക് വന്നു ചേരും. കാരണം ഇവിടെ ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു. പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ്. ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ പുതിയ പുതിയ ഐഡിയാസ് വരുന്നുണ്ട് ഇവിടെ. ഈ പുതിയ പുതിയ ഐഡിയാസിലൂടെ പ്രശ്നങ്ങളെ തട്ടിമാറ്റി കൂടുതലായിട്ട് ആക്റ്റീവ് ആകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് ആക്റ്റീവ് ആകണം എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മനസ്സിലായോ? ഇവിടെ കൂടുതലായിട്ട് മെന്റൽ എബിലിറ്റിയെ കാണിക്കുന്നതാണിത്. മെന്റൽ എബിലിറ്റി എന്ന് പറയുമ്പോഴാണ് ശാരീരികമായിട്ടുള്ളതും അതിനപ്പുറമായിട്ടും മാനസികമായിട്ടുള്ള ഒരു കഴിവ്. ആക്ഷൻ എടുക്കാൻ മുന്നോട്ട് വരികയാണ്. എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. ഇതിലിനി എങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് നിലനിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം സാധിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടുകൂടി, അല്ല എങ്കിൽ കൂടുതലായിട്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് വരുന്നു, ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഭഗവാന്റെ ബ്ലെസ്സിങ്സ് നമുക്ക് നോക്കാം.
ആദ്യം ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് നോക്കാം. ലെറ്റ് ഗോ ആണ് ഇവിടെ വന്നിരിക്കുന്നത്, കണ്ടല്ലേ? അനാവശ്യകരമായ കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യുക. അത് നമുക്ക് ടാരോ കാർഡ്സ് എടുത്തപ്പോഴും വന്നിട്ടുള്ളതാണ്. 8 ഓഫ് കപ്സ് വന്നാണ്. അനാവശ്യകരമായ എനർജിയെ കളയുന്നു. ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് അത് തന്നെയാണ്, കണ്ടില്ലേ? ലെറ്റ് ഗോ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യൂ. ഒത്തിരി ഒത്തിരി സ്നേഹിച്ച ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും വിട്ടുപോയിരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും അവരെ ഇനി തിരിച്ചു വിളിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കരുത്. അതൊരിക്കലും ശരിയാവില്ല. അവരെ നിർബന്ധപൂർവ്വം പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ നിൽക്കില്ല. കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ചു പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് അതിന് പോവണ്ട, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യൂ. ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ളതാണ്, അല്ല എങ്കിൽ ഇനി വ്യക്തിയല്ല, മറ്റേതെങ്കിലും ഒരു സാഹചര്യമാവാം. അതായാൽ തന്നെയും നിങ്ങൾക്ക് ആ ഒരു കാര്യം ഇഷ്ടമല്ല എങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യൂ. ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യൂ. മനസ്സിലായി? ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്താൽ മതി. മനസ്സിനെ നമുക്ക് എപ്പോഴും ആധി കയറ്റുന്നു, അല്ലെങ്കിൽ അത്തരം ചിന്തകൾ വീണ്ടും വരികയാണെങ്കിൽ എന്താ പറയേണ്ടത്? ഞാനിത് ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നു, ഇനി എനിക്കത് വേണ്ട എന്ന് പറയുമ്പോൾ, ചിലപ്പോൾ വ്യക്തികളാണെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾക്ക് അത് അത്യാവശ്യമാണ്, നിങ്ങളിലേക്ക് വരേണ്ടതാണെങ്കിൽ ഡിവൈൻ നിങ്ങളിലേക്ക് കൊണ്ടുതരിക തന്നെ ചെയ്യും. ആ വ്യക്തി നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. മനസ്സിലായി? അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷത്തോടുകൂടി വീണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഇനി അതല്ല, മറ്റെന്തെങ്കിലും കാര്യമാണെങ്കിൽ തന്നെയും നമ്മൾ ഉപേക്ഷിച്ചത് നമുക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ മനസമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ചൂസ് എ ന്യൂ ഡയറക്ഷൻ. നിങ്ങൾക്ക് വേണ്ടാത്ത ചില കാര്യങ്ങളാണെങ്കിൽ പുതിയ ഒരു ഡയറക്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങളിപ്പോൾ നിൽക്കുന്ന സാഹചര്യം, എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റൊരു ഡയറക്ഷനിലേക്ക് പോകാം എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റൊരു കാര്യം, ഒരു പാത തിരഞ്ഞെടുക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും കോഴ്സിന് പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയിലേക്ക് പോകുന്നു, നിങ്ങൾക്കത് ശരിയാവുന്നില്ല എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വേറെ ഒരു ഡയറക്ഷൻ സെലക്ട് ചെയ്യൂ, ചൂസ് ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി അഥവാ ഇനി അടുത്തതായിട്ട് ഇയർ ഫ്രം നൗ, ഇപ്പോൾ തൊട്ട് ഒരു വർഷത്തിനകം നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സാധ്യമാകും എന്നുള്ളത്. നിങ്ങളിപ്പോൾ ഏത് കാര്യത്തിലാണ് കൂടുതൽ ആക്ഷൻ എടുത്ത് അല്ലെങ്കിൽ ആക്റ്റീവ് ആകുന്നത്, എനിക്ക് നേടണം എന്ന് വിചാരിച്ച് ആക്റ്റീവ് ആകുന്നത് അല്ലെങ്കിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നത്, അത് നിങ്ങൾക്ക് ഇവിടെ ഒരു വർഷത്തിനകം സാധിക്കും എന്നാണ് കാണുന്നത്. കണ്ടില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ. ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ പ്രശ്നമാകും, ഇനി അതുമല്ലെങ്കിൽ ജോലി പ്രശ്നമാകും, ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ വീടിനൊക്കെ ലോണിന് വേണ്ടി നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടാവും. അത്തരം ചില സാഹചര്യങ്ങളാവാം. ഇനി ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, നിങ്ങളിപ്പോൾ അത് ആഗ്രഹിക്കുന്നുണ്ടോ, അത് നിങ്ങൾക്ക് വരാൻ സമയമായിരിക്കുന്നു. ഈ ഒരു വർഷത്തിനകം തന്നെ നിങ്ങളിലേക്ക് അത് വന്നു ചേരും എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് മൂണോളജി കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഷോ ദ വേൾഡ് ദ റിയൽ യു. നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ റിയലായിട്ടും ആരാണ്? നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളുണ്ട്. നിങ്ങൾ ഒരു കാര്യത്തിലും തോറ്റു പിന്മാറാൻ പാടില്ല. കാരണം എന്താണ്? നിങ്ങളെ ഒരുപാട് അപവാദം പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖം അനുഭവിക്കാൻ ഇടയായ ചില വ്യക്തികൾ ഉണ്ടാവാം, ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം. അവിടെ നിങ്ങൾ തോറ്റു കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ? ഒരിക്കലും രക്ഷപ്പെടില്ല. എങ്ങനെ രക്ഷപ്പെടാനാണ്? എന്ത് കണ്ടിട്ടാണ്? ഇതൊക്കെ ഒരുപാട് അപവാദങ്ങൾ നിങ്ങളെ പറ്റി പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ പുച്ഛിച്ച് താഴ്ത്തിയ ചില വ്യക്തികൾ ഉണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ. അങ്ങനെയുള്ളവരുടെ മുൻപിൽ നിങ്ങൾ വാശിയോടുകൂടി മുന്നോട്ട് വരണം. എന്നിട്ട് അവരെ കാണിച്ചു കൊടുക്കണം നിങ്ങൾ യഥാർത്ഥത്തിലും ആരാണ്, നിങ്ങളുടെ കഴിവ് എന്താണ്. മനസ്സിലായോ? അങ്ങനെ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾ വാശിയോടുകൂടി മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. യു ആർ വെരി ക്ലോസ് ടു അച്ചീവിങ് യുവർ ഗോൾ എന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഗോളിന് വളരെയധികം അടുത്തിരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഇപ്പം നേടാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ, അതിനോട് നിങ്ങൾ അടുത്തിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ലഭിക്കാറായിരിക്കുന്നു. ചിലപ്പോൾ വീടായിരിക്കാം, ജോലിയാവാം, വിവാഹമാകാം, എന്തുമായിക്കോട്ടെ. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ, എന്ത് ഗോൾ നേടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, അതിനോട് നിങ്ങൾ വളരെയധികം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ്. അപ്പോൾ എന്താണ്? നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ജോലിക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ടാവുക. ഏത് കാര്യവും കഠിനമായിട്ട് അധ്വാനിക്കാതെ നമ്മളിലേക്ക് വന്നു ചേരില്ല. മനസ്സിലായി? ഏതൊരു കാര്യവും
നമ്മൾ പറയും അതിങ്ങ് വരും, വെറുതെയാ, ഒന്നും വരില്ല. നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതാണ് നമ്മളിലേക്ക് വരാൻ പോകുന്നത്. പരിശ്രമിക്കണം തീർച്ചയായിട്ടും, ഇല്ല എങ്കിൽ ഒന്നും വരും. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. മനസ്സിലായോ? അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സോൾ മെസ്സേജാണ്. നമ്മുടെ സോൾ എന്താണ് പറയുന്നത്? നമ്മുടെ സോൾ പറയുന്നത് നമ്പർ 10 ആണ്. ഫീൽ ദ പവർ ഓഫ് യുവർ ബ്ലഡ് ആൻഡ് യുവർ ആൻസിസ്റ്റേഴ്സ്. യു ആർ നോട്ട് അലോൺ. മനസ്സിലായി? നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ സോളിന് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ധൈര്യമായിട്ടിരിക്കൂ. എന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്ലഡ് ആൻസിസ്റ്റേഴ്സ് അവരുടെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫീൽ ദ പവർ ഓഫ്, അവരുടെ പവറിനെ നിങ്ങൾ ഫീൽ ചെയ്യൂ എന്നുള്ളതാണ്. എന്ത്? നമ്മളുടെ ബന്ധുക്കളുടെയും അതുപോലെ തന്നെ ആൻസിസ്റ്റേഴ്സിൻ്റെയും പിതൃക്കളുടെയും കഴിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കഴിവിനെ ഫീൽ ചെയ്യൂ എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ ഓർമ്മകളെ ഒന്ന് ഫീൽ ചെയ്യൂ വല്ലപ്പോഴും. അവരെ മറന്നിരിക്കാൻ പാടില്ല ഒരിക്കലും. മനസ്സിലായി? നമുക്ക് മുൻപേ പോയവരുണ്ടല്ലോ നമ്മുടെ പിതൃക്കൾ എന്ന് പറയുന്നത്, അവരെ വല്ലപ്പോഴുമെങ്കിലും സ്മരിക്കുക. എന്നിട്ട് ദൈവത്തോട് പറയുക, എൻ്റെ പിതൃക്കൾക്ക് മാപ്പ് കൊടുക്കണമേ എന്ന്. മനസ്സിലായോ? ദൈവത്തോട് അങ്ങനെ പറയാം, അവർക്ക് മോക്ഷം കൊടുക്കണേ, ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നിട്ട് പിതൃക്കളോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? നമ്മൾ ചെയ്ത അപരാധങ്ങൾക്ക് നമുക്ക് മാപ്പ് തരണേ എന്ന് നമ്മുടെ പിതൃക്കളോടും നമുക്ക് മാപ്പപേക്ഷ നടത്താം. നമ്മൾ ഇവരോട് മാപ്പപേക്ഷ നടത്താം, ഇവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോടും മാപ്പപേക്ഷ നടത്താം. മനസ്സിലായോ? അങ്ങനെയാണ് വേണ്ടത്. യു ആർ നോട്ട് അലോൺ. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പം അവരുണ്ട്. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, നിങ്ങളുടെ പിതൃക്കൾ നിങ്ങളോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ട്, നിങ്ങളോടൊപ്പം മറ്റ് ആൾക്കാരുമുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇറ്റ് ഈസ് ടൈം ഫോർ എ ചേഞ്ച്. ഇറ്റ് ഈസ് ടൈം ഫോർ എ ചേഞ്ച്. നിങ്ങൾക്കിതൊരു ചേഞ്ചിനുള്ള സമയമായിരിക്കുന്നു. വളരെ നല്ല എനർജിയാണ്. നിങ്ങൾ ഇപ്രകാരം വളരെ നല്ലതുപോലെയൊക്കെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരാൻ സമയമായിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പ്രോസ്പെറിറ്റി ബിഗിൻസ് ആണ്. അതുപോലെ ഡിസ്ട്രപ്ഷൻ എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ഇതാണ്. ഡിസ്ട്രപ്ഷൻ, പല കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ എനർജി ഡൗൺ ആയിക്കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ മുന്നോട്ട് വരും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പലപ്പോഴും നിങ്ങളിങ്ങനെ കൈകൾ കൂട്ടപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്നു, ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് പോലെ ചില അവസ്ഥകളിൽ നിങ്ങൾക്ക് നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് തീരെയും ധൈര്യമില്ലാഞ്ഞിട്ട് തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. കൂടുതൽ പവർഫുൾ ആവൂ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കാൻ പാടില്ല, നിങ്ങൾ മുന്നോട്ട് വരിക. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരിക. ഇത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ തന്നെ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. എനിക്ക് പറ്റത്തില്ല എന്നുള്ള തോന്നൽ നിങ്ങളുടെ മനസ്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? നമുക്ക് പറ്റും, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് സാധിക്കും. എനിക്കത് സാധിക്കും, ഐ ആം കേപ്പബിൾ എന്നാണ് പറയേണ്ടത്. ഐ ആം സക്സസ്, ഐ ആം പവർഫുൾ, ഇതൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. മനസ്സിലായി? അല്ലാതെ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാനൊരു ഫെയിലുമാണ്, അവർക്കെല്ലാം വിജയമുണ്ട്, എനിക്ക് മാത്രം ഒന്നും ഇല്ല, എനിക്ക് മാത്രം ഒന്നും വരുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും എന്നിലേക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ മനസ്സിനെ തളർത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾ പവർഫുള്ളായിട്ട് ഇരിക്കൂ, നമ്മൾ ബ്രേവ് ആകൂ, സ്ട്രോങ് ആവൂ എന്നൊക്കെ പറയുന്നതാണ് ഇത്. അപ്പോഴങ്ങനെ മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ഇങ്ങനെ നിങ്ങൾ പൂട്ടപ്പെട്ടിരിക്കാൻ പാടില്ല, നിങ്ങളുടെ മൈൻഡിനെ ഇങ്ങനെ പൂട്ടിക്കെട്ടി വെച്ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ മനസ്സിലേക്ക് നല്ല ചിന്തകൾ കൊടുക്കൂ, ധൈര്യം കൊടുക്കൂ നിങ്ങളുടെ മനസ്സിന്. ഇവിടെ പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് ഉണ്ട്. നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് ഉണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ കൈകൾ കൂട്ടപ്പെട്ട വിധത്തിൽ നിങ്ങൾ മൈൻഡിനെ നിങ്ങൾ ഡിസ്റ്റർബാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ്? നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണർ വരുന്നുണ്ട്. മനസ്സിലായോ? കോംപ്രമൈസ് ചെയ്തു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണർ വരും. അതിന് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഇനി നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായിക്കോട്ടെ, അവിടെയും വരും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അവരുമായിട്ട് കൂടെ ചേർന്ന് അവർ നിങ്ങൾക്ക് സപ്പോർട്ടാകും. ഇല്ലെങ്കിൽ ഡിവൈൻ തന്നെ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മനസ്സിലായി? അല്ലെങ്കിൽ ഡിവൈൻ്റെ ബ്ലെസ്സിങ് തന്നെ നിങ്ങളിലേക്ക് വരും, നിങ്ങൾക്ക് കൂട്ടായിട്ട്, നിങ്ങൾക്ക് താങ്ങായിട്ട്. അതാണ് ഇവിടെ പറയുന്നത്.
അപ്പോൾ അത് നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യത്തിലായാലും ചിലപ്പോൾ ഒരു പാർട്ട്ണർ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം, കൂടുതലായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ, സക്സസ്സിലേക്ക് പോകണമെങ്കിൽ. ഇനി അതിൽ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നമുണ്ടോ, അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായാലും നിങ്ങൾക്കൊരു പാർട്ട്ണർ വരുന്നുണ്ട്. മനസ്സിലായോ? ഇവിടെ പ്രോസ്പെറിറ്റി ബിഗിൻസ് എന്നാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഐശ്വര്യം വർദ്ധിച്ചു വരും. നിങ്ങൾ രണ്ടുപേരും കൈകൾ കോർത്ത് പിടിച്ചൊരു ജീവിതത്തിലേക്ക് പോകും. അവിടെയാണ് നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുന്നത്. മനസ്സിലായോ? നിങ്ങൾ അകന്നിരിക്കുന്ന പാർട്ട്ണർ ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ അപ്പോൾ വീണ്ടും ഒന്നിച്ചേരും, പുതിയൊരു തുടക്കം വരുന്നുണ്ട്. 1 ആണ് ഇവിടെ നമ്പർ. കണ്ടില്ലേ? പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങളിവിടെ നീങ്ങാൻ പോകുന്നു. നിങ്ങളിലേക്ക് ഐശ്വര്യം വർദ്ധിച്ചു വരുന്നു. നിങ്ങൾക്ക് നല്ല മാറ്റമാണ് ഇനി വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനർജി ഒറക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ആങ്സൈറ്റിയാണ് പലർക്കും ആകാംക്ഷയാണ് പല കാര്യങ്ങളിൽ. എന്തിനാണ് ആകാംക്ഷപ്പെട്ടിരിക്കുന്നത്? വരുന്നുവെങ്കിൽ വരട്ടെ, വരുന്നത് പോലെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എന്തെങ്കിലും എക്സാമിനേഷനൊക്കെ എഴുതിയിട്ട് ഓടി നടന്ന് വെപ്രാളമാണ്, അങ്ങനെ കയ്യും കാലും ഇട്ടടിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളിൽ ഒരുപാട് ആകാംക്ഷപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു ആവശ്യവുമില്ല. നിങ്ങൾ പറയേണ്ടത് ഇത്രമാത്രമാണ്: ഇനി എന്തായാലും വരുന്നത് പോലെ ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ്. അത് വരുന്നത് എന്താണ്? എൻ്റെ വിധിയാണ്. എക്സാമിനേഷന് തോൽക്കുന്നു, അവിടെ എന്താണ്? അത് ആ സാഹചര്യം കൊണ്ടാണ്, അല്ലാതെ മണ്ടനായിട്ടല്ല തോൽക്കുന്നത്. ആ സാഹചര്യം, അപ്പോഴത്തെ സാഹചര്യം അതാണ്. അല്ല അത് വെറും മന്ദബുദ്ധിയായിട്ടാണോ? അല്ല. അടുത്ത തവണ ഇതിൻ്റെ അപ്പുറം വിജയം വരും. അല്ലെങ്കിൽ മറ്റ് ഏറ്റവും ആദ്യം ജയിച്ച് വന്ന ആളിനേക്കാളും ഏറ്റവും കൂടിയ ശമ്പളത്തിൽ നിങ്ങൾക്കായിരിക്കും ജോലി കിട്ടുന്നത്. അങ്ങനെ വരുന്നുണ്ടല്ലോ, അങ്ങനെ എത്രയോ പേരെ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ എന്താണ്? മനസ്സിൽ നിന്ന് മായ്ക്കുക. ആ ഒരു തോൽവിയുടെ ഭയം ഒരിക്കലും വെച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. വരുന്നത് വരട്ടെ, ആകാംക്ഷ വരുന്നത് വന്നോട്ടെ എന്ന് വിചാരിച്ച് മനസ്സിന് സമാധാനം കൊടുത്തിരിക്കുക. പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യണം. വരുന്നത് ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ്. കാരണം എനിക്കിത് യൂണിവേഴ്സ് തരുന്നതല്ലേ, എനിക്ക് ദൈവം തരുന്നതാണ് ഈ ഒരു ശിക്ഷ, അല്ലെങ്കിൽ ഈ വിധി ദൈവത്തിൻ്റെതാണ്. ഇത് ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇത് വരുന്നത് ഇങ്ങനെ വന്നോട്ടെ, ഞാൻ അനുഭവിച്ചോളാം എന്ന് മാത്രം ഉറച്ച തീരുമാനത്തിലിരിക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ അതും ചിന്തിച്ച് ഉറക്കമില്ലാതെ കുത്തിയിരിക്കാൻ പാടില്ല. ഇവിടെ മെന്റലി സ്ട്രോങ് ആവണം. ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഏഞ്ചൽസിൻ്റെതായ സ്ട്രെങ്ത് ഉണ്ടല്ലോ, നിങ്ങൾക്കത് ആ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് കൂടുതൽ സ്ട്രോങ് ആവണം. മെന്റലി സ്ട്രെങ്ത് നിങ്ങൾ കൈവരുത്തുന്നത് ഏറ്റവും നല്ലതാണ്. അങ്ങനെയാണ് നമുക്ക് പല കാര്യങ്ങളെയും മറികടക്കാൻ സാധിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും, ഏഞ്ചൽസിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. മനസ്സിലായി? അല്ല ഒരു ഭീരുക്കളെയും ആരും അനുഗ്രഹിക്കത്തില്ല, ആരും മുന്നോട്ട് കൊണ്ടുപോകാൻ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ സ്ട്രെങ്ത് ഉള്ളിടത്താണ്, പവർഫുൾ ആയിട്ട് വരുമ്പോഴാണ് ദൈവാനുഗ്രഹം കൂടുതലായിട്ട് ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത് എന്താണ്? മെഡിസിൻ മദറാണ്, ഹോണർ യുവർ ഇന്നർ നോയിങ്. നിങ്ങളുടെ ഇന്നർ നോയിങ് ഉണ്ടല്ലോ, എല്ലാവർക്കും ഉള്ളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവരുണ്ട്. അല്ലെങ്കിൽ എന്താണ്, അവിടെ ഒരു ജ്ഞാനദൃഷ്ടി എന്ന് പറയുമല്ലോ, ഒരു ഉൾവിളികൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മളുടെ ഉള്ളം പരിശുദ്ധമാകുമ്പോഴാണ് അല്ലെ? അവിടെ ഒരു ചൈൽഡിഷ് എനർജി ഉള്ളപ്പോഴാണ്. ഇന്നർ ചൈൽഡ് എന്ന് പറയുന്ന ആ ഒരു ചൈൽഡിഷ് എനർജിയാണ് അവിടെ നിലനിൽക്കുന്നത്. ഈ എനർജിയെയാണ് പലരും പല വിധത്തിലും എന്താണ് കൂടുതലായിട്ടും വഷളാക്കുന്നത്. നമുക്കതിനെ വഷളാക്കേണ്ട കാര്യമില്ല. അതിനെ പരിശുദ്ധമായും നിഷ്കളങ്കമായിട്ടും അറിയാൻ ശ്രമിക്കുക. അവിടെ കളങ്കമില്ലാതെയാക്കുക. എപ്പോഴും പരിശുദ്ധി നിറയ്ക്കുക നമ്മളുടെ ഉള്ളിൽ. ആ ഒരു അറിവ് നമുക്ക് കൂടുതലായിട്ട് മുന്നോട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അതിനെ ശുദ്ധമാക്കും തോറുമാണ് നമുക്ക് അറിവ് കൂടുതലായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കതറിയാൻ പറ്റുന്നതാണ്. ഇവിടെ ബി ഗ്രേസ്ഫുൾ ഇൻ മൂവ്മെന്റ് ആൻഡ് ആക്ഷൻ. നിങ്ങളുടെ ഓരോ മൂവ്മെന്റിലും ഗ്രേസ് ആവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഗ്രേസ്ഫുൾ ആവണം മൂവ്മെന്റ് അല്ല, നമ്മളുടെ ചലനങ്ങളിലും നമ്മളുടെ പ്രവർത്തികളിലും എന്താണ് അതിൻ്റെതായ താളത്തിനനുസരിച്ച് മുന്നോട്ട് വളരെ വളരെ താളാത്മകമായിട്ട് മുന്നോട്ട് പോവുക. നമ്മുടെ ചലനങ്ങളിലും പ്രവർത്തികളിലും അത് വേണ്ട വിധത്തിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കുക. അതാണ് വേണ്ടത്. മനസ്സിലായോ? കുറച്ച് ധൈര്യപൂർവ്വം മുന്നോട്ട് വരൂ എന്നാണ് പറയുന്നത്.
അല്ലാതെ ഒരു ഭീരുവാകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ സറണ്ടറാണ് ഇവിടെ ഗണപതി ഭഗവാന്റെ മെസ്സേജസ് സറണ്ടറാണ്. സറണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യുക, ഡിവൈനിലേക്ക് കീഴടങ്ങൽ, അതാണ് പറയുന്നത്. അതായത് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം അവിടെ സമർപ്പിക്കുകയാണ്. ഞാനിത് ഡിവൈനിൽ സമർപ്പിച്ചിരിക്കുന്നു, എനിക്കിനി ഇത് വേണ്ട. ബന്ധങ്ങൾ ആവശ്യമില്ലാത്തത് വേണ്ട, ഞാനിത് ഡിവൈനിൽ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണെന്നാണ് ഗണപതി ഭഗവാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളിലേക്ക് പോവേണ്ട ആവശ്യം വരുന്നില്ല. എപ്പോഴും സന്തോഷമായിട്ട് തന്നെ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ പ്രൊട്ടക്ഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കും, ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കും, സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അതുപോലെ ഹാർമണി, ഐക്യത്തിലേക്ക് പോകാനും സാധിക്കും നിങ്ങൾക്ക്. ഇവിടെ സേക്രൽ ചക്രയുടെ ആക്ടിവേഷനാണ് വരുന്നത്. 7 ചക്രാസിൽ രണ്ടാമതായി വരുന്നതാണ് സേക്രൽ ചക്ര. ഇവിടെ സേക്രൽ ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ എന്താണ്? ഹാർമണി, കൂടെ ചേർന്ന് പോകാനുള്ള ഐക്യം പ്രാപിച്ചു പോകാം, ഐക്യത്തിലൂടെ മുന്നോട്ട് വരാൻ, അല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജീവിക്കണം എന്നുള്ള തോന്നലല്ല വരുന്നത്. മനസ്സിലായി? ഐക്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴേ സക്സസ് ഉണ്ടാവൂ എന്നുള്ള ആ ബോധോദയം ഉണ്ടാകുന്നുണ്ട്. ഒരു ക്രിയേറ്റീവ് എനർജിയാണ്. മനസ്സിലായി? അതൊരു ക്രിയേറ്റീവ് എനർജിയാണ്. സേക്രൽ ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ടുവരുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാനും സാധിക്കും, അവിടെ സന്തോഷം നിലനിർത്താനും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ. നിങ്ങൾ ഇതാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരുന്നല്ലേ? അപ്പോൾ ഇത് കണ്ട, ഈ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തിരുന്നത് നിങ്ങൾ 7 ചക്ര ബ്രേസ്ലെറ്റ് ആണ്. നിങ്ങൾക്ക് വേണ്ടി നമുക്ക് ടാരോ കാർഡ്സ് എടുക്കാവേ. നമുക്കിനി എന്താ വരുന്നത് നമുക്ക് നോക്കാം. നയൻ ഓഫ് പെൻറ്റക്കിൾസ്. ഫസ്റ്റ് പൈലുകാർക്കും പെൻറ്റക്കിളാണ് ഫസ്റ്റ് വന്നത്. സെക്കൻഡ് പൈലുകാർക്കും ആദ്യം തന്നെ പെൻറ്റക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സെവൻ ഓഫ് വാൻസ്. Ace of Cups. The Emperor. Two of Pentacles. Page of Wands. Hierophant. Eight of Pentacles. Nine of Swords. Star. 10 cards ആയില്ല. നമുക്ക് നോക്കാം. ബോട്ടം വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് സമൂഹത്തിൽ നല്ലൊരു പദവിയിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? 9 ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജി. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്തിൻ്റെതാണ്? സഫലതയുടേതാണ്. 9 സഫലതയെ കുറിക്കുന്നു. അപ്പോൾ 9 ഓഫ് പെൻറ്റക്കിൾസ് സാമ്പത്തികപരമായിട്ടൊരു സഫലത നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കിവിടെ ചിലപ്പോൾ ജോലി ലഭിക്കാം, അതുമല്ലെങ്കിൽ ലക്ഷറി ലൈഫ് നയിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി ആവാം ഇത്. അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ഷോപ്പുകളൊക്കെ തുടങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. വിദേശത്ത് പോകാനുള്ളത്, സന്തോഷകരമായ ഫാമിലി ലൈഫിലേക്ക് പോകാനുള്ള എനർജി, വിവാഹം നടക്കുന്ന എനർജി, ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷ വാർത്തകൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അബണ്ടൻസിലേക്കുള്ള ഒരു യാത്രയാണ്. നിങ്ങൾ അബണ്ടൻ്റ് ആവാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഐ ആം അബണ്ടൻറ്റ്, ഐ ആം സക്സസ്, ഐ ആം അബണ്ടൻറ്റ്, എങ്ങനെയാണ് പറയേണ്ടത്?
ഇവിടെയോ 7 ഓഫ് വാൺസിന്റെ എനർജിയാണ്. 7 ഓഫ് വാൺസ് എന്ന് പറയാം വാൺസ് ഓഫ് ഫയർ സൈൻ ആണ്, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ എന്താണ്? പെന്റക്കിൾ, എർത്ത് സൈൻ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട്, മനസ്സിലായി. എന്നിട്ട് എന്താ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആ ഒരു ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷെ ചില കാര്യങ്ങൾ അതിന് വെളിയിലേക്ക് വരിക തന്നെ ചെയ്യും. വെളിയിലേക്ക് വരണം, മനസ്സിലായി. അതിന് വെളിയിലേക്ക് വന്നാൽ മാത്രമേ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കുകയുള്ളൂ. അങ്ങനെ ബൗണ്ടറിക്കുള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ കാണാതെ പോവുകയാണ്. പക്ഷെ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ അതാണ്, ഒരുപാട് പേർ നിങ്ങളോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും ആക്റ്റീവ് ആകൂ എന്ന് വേണമെങ്കിൽ പറയും. അപ്പോൾ പ്രശ്നങ്ങളുടെ നടുവിൽ പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് പേജ് ഓഫ് വാൺസ് ആണ്. എന്താ, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങളിവിടെ രാവിലെ തന്നെ ഏതോ നിങ്ങൾക്ക് ആഗ്രഹമുള്ള വ്യക്തിയെ കാത്തിരിക്കുന്നതും ആവാം, അല്ല എങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന എനർജിയുമാകാം. ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ സോഷ്യൽ മീഡിയ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം, ആരെങ്കിലും നിങ്ങളോട് പിണങ്ങി പോയിട്ടുണ്ടാവും, നോ കോണ്ടാക്ട് അവസ്ഥയിലാവാം. അതുമല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ചിലപ്പോൾ ചില ബിസിനസ് കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവാം. അതുമല്ല നിങ്ങൾ എന്തെങ്കിലും ഓൺലൈൻ വഴി എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം. അതുമല്ലെങ്കിൽ ചിലപ്പോൾ ചാനലുകൾ പുതിയതായിട്ട് തുടങ്ങാം. അവിടെയൊക്കെ നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങൾക്ക് എന്താണ് വന്നുകൊണ്ടിരിക്കുന്നത്, എന്ത് പ്രോഗ്രസ് ആണ് ഞാൻ ഈ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബിസിനസ് കാര്യങ്ങളിലാണെങ്കിൽ അതിന്റെ പ്രോഗ്രസ് ഓരോ ദിവസവും ഇവിടെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ചില വ്യക്തികളാണെങ്കിൽ അവരുടെ മെസ്സേജ് വരുന്നുണ്ടോ, കാൾ വരുന്നുണ്ടെന്ന് വളരെയധികം ആകാംക്ഷയോടുകൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ഹെറോഫന്റ് എനർജിയാണ്. നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്മാറാൻ ആഗ്രഹിക്കുമ്പോൾ സ്പിരിച്വൽ കണക്ഷന് വേണ്ടി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒത്തിരി മാനസികമായ പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങളിൽ പലരും മുന്നോട്ട് എനിക്കിതൊന്നും അനുഭവിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടൊരു ആത്മീയപരമായ പാതയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉണർവിലേക്ക് വരുന്ന എനർജിയുണ്ട്. അവിടെ നിന്നും കുറേ കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ കൂടെ നിങ്ങൾ തയ്യാറാവുന്നു. മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാനും സന്തോഷം കൊടുക്കുവാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മതപരമായ ചില ആചാരങ്ങളിലൂടെയും മുന്നോട്ട് പോകാനും അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? ഒരുപാട് നോളജുള്ള ഒരു ആൾക്കാരുടെ എനർജിയാണ്. അതുപോലെ വിദ്യാഭ്യാസം, ബുദ്ധിശക്തിയുടെ കാര്യത്തിലായാലും നിങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട് പഴയ കാര്യങ്ങളെ അപേക്ഷിച്ചിട്ട്. അപ്പം അങ്ങനെ മറ്റുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് നീങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ്, സ്പിരിറ്റിനെ കുറിച്ചുള്ള അറിവ്, എന്താണ് ബോഡി, എന്താണ് മൈൻഡ്, സ്പിരിറ്റ് എന്താണ്, ഇതൊക്കെ എന്താണ് കാര്യങ്ങൾ. പലർക്കും ഇതൊന്നും അറിയാൻ വയ്യാതെയല്ലേ ജീവിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് അറിയാനും ആ അറിവ് ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും നിങ്ങളിവിടെ തയ്യാറാവുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള എനർജി പലർക്കും ഉണ്ടാവണം. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. പുതിയൊരു പ്രേമം തുടങ്ങുന്നു അല്ലെങ്കിൽ പുതിയൊരു പ്രണയം നിങ്ങൾക്ക് ആരോടോ തുടങ്ങുന്നതായിട്ടാണ്. അത് സാധാരണ ഒരു പ്രണയമല്ല, ഡിവൈൻ റൊമാൻറ്റിക് ലവ് എന്ന് പറയാം. അത് പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുന്ന ഒരു പ്രണയം എന്നാണ് ഇവിടെ കാണിച്ചത്. ഇവിടെ 5 ഇന്ദ്രിയങ്ങളാണ് 5 അരുവികളെ പോലെ ഇവിടെ ഒഴുകുന്നത്. മനസ്സിലായ? 5 ഇന്ദ്രിയങ്ങളിൽ നിന്നും പ്രണയം കവിഞ്ഞൊഴുകുന്നതാണ് ഇവിടെ 5 അരുവികളായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സമാധാനം, സന്തോഷം ഒക്കെ വരുന്നുണ്ട്. ദൈവാനുഗ്രഹമാണ്. മനസ്സിലായി? ഈ ഒരു ദൈവാനുഗ്രഹത്തിലൂടെയുള്ള ഒരു പ്രണയം നിങ്ങൾക്ക് ആരോടാ തുടങ്ങിയിരിക്കുന്നത്? അതാണ് ഡിവൈൻ റൊമാൻറ്റിക് ലവ് എന്ന് പറയുന്നത്. അത് ഡിവൈനായിട്ട് കൊണ്ടു തന്നിരിക്കുന്ന ഒരു ലവ് ആണ് എന്ന് കാണുന്നുണ്ട്. ഈ ഒരു മാസം നിങ്ങൾക്ക് ആരോടൊക്കെയോ പുതിയ പ്രണയത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുവഴി സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് മുന്നോട്ട് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു തുടക്കം വരുന്നുണ്ട്, നിങ്ങളുടെ പ്രണയത്തിന് ഒരു തുടക്കം വരുന്നുണ്ട്, പുതിയ പ്രണയം നിങ്ങളിലേക്ക് വരുന്നു.
അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ വിവാഹമാവാം, അങ്ങനെ വിവാഹം കഴിഞ്ഞിട്ടും പ്രണയിക്കാമല്ലോ, അങ്ങനെയുമുള്ള എനർജിയാണ് കൂടുതലായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ചില പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാം, പുതിയ ചില ജോലി കാര്യങ്ങളാക്കാം, മറ്റ് ചില ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാം. നിങ്ങൾ ഏതെങ്കിലും വിഷമിച്ചിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടാവാം. അത്തരത്തിലുള്ള നല്ല ചില എനർജീസാണ്, ദൈവാനുഗ്രഹത്തോടു കൂടിയുള്ള എനർജീസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആർക്കൊക്കെയോ ഇത് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു ശുദ്ധമായ പ്രണയം എന്ന് പറയുന്നില്ല, അതാണ് ഇവിടെ ലോട്ടസ് ഫ്ലവറിനെ കാണിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് എംപററാണ് വന്നിരിക്കുന്നത്. ഈ എംപറർ എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റെബിലിറ്റിയാണ്. 4 ആണ് നമ്പർ. ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. നമ്മൾ നവഗ്രഹങ്ങളിൽ രാഹു എന്ന് പറയുമ്പോൾ കുറച്ച് സ്റ്റെബിലിറ്റി തരുന്നതാണ് നമുക്ക്. അപ്പോൾ ചിലപ്പോഴൊക്കെ പലർക്കും ഈ ഒരു മാസം നിങ്ങളിലേക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കാനുള്ള ഒരു സാധ്യതയാണ് വന്നിരിക്കുന്നത്. അതായത് ഗവൺമെൻറ് ജോബ് നോക്കിയിരിക്കുന്നവർക്ക് അത് ലഭിക്കാം. പെർമനൻ്റ് ആയിട്ട് സാലറി ഇതുവരെ കിട്ടിയിട്ടില്ല എങ്കിൽ അങ്ങനെ ഒരു ലൈഫിലേക്ക് പോകാം. മറ്റേത് ജോലിയായാലും നിങ്ങൾക്ക് ജോലി കിട്ടി, ഇനി പെർമനൻ്റ് ആയിട്ടില്ല, അങ്ങനെ ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇനി ഏതൊരു അവസരമാണോ അവിടെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ നല്ലതുപോലെ നോളജുള്ള ഒരു വ്യക്തിയാണ് എന്ന് കാണുന്നുണ്ട് ഇവിടെ. അത് മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാനും മറ്റുള്ളവരുടെ ആദരവ് നേടാനും ഇവിടെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരു അധ്യക്ഷ പദവി അലങ്കരിക്കാനുള്ള ഒരു സമയമായിരിക്കുന്നു നിങ്ങൾക്ക് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കൂടുതലായിട്ടും നമുക്ക് വന്നിരിക്കുന്നത് ഡിസിപ്ലിനാണ്. കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ പറയത്തില്ല, ഡിസിപ്ലിൻ പാലിച്ച് മുന്നോട്ട് പോവുക. അതെന്താണ്? കുറച്ച് കൃത്യനിഷ്ഠയോടുകൂടി ചില കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഓരോരോ കാര്യങ്ങളിലും രാവിലെ ഒന്ന് എക്സർസൈസ് ചെയ്യുന്നു, യോഗ ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു തീർക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയുടെ എനർജി. അതുപോലെ വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളായാലും വരവ് ചെലവുകളൊക്കെ കൃത്യനിഷ്ഠയോടുകൂടി അതിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസ്. ഇനി എത്രയായാലും രാപകൽ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഞാനിത് ഉത്സാഹപൂർവ്വം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ജോലിയിലായാലും ഉത്സാഹം കണ്ടെത്തുന്നു എന്നുള്ളതാണ് അവിടെ. അതുവഴി നിങ്ങൾക്ക് കൂടുതലായിട്ട് സാമ്പത്തികം നേടാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നുണ്ടാവാം, കാര്യം സാമ്പത്തികമായിട്ട് മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി. അങ്ങനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ കഴിയുമ്പോൾ തന്നെ എന്താണ്? മനസ്സിൻ്റെ ഉത്സാഹം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് പോകാനും ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്. നൈറ്റ് ഡ്യൂട്ടി ചെയ്താലും വേണ്ടിയില്ല, എനിക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ ഞാൻ എങ്ങനെയായാലും എനിക്ക് മണി ഏൺ ചെയ്യണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ, ഇതുവരെ ഇംബാലൻസ് ആയിരുന്നു കാര്യങ്ങൾ, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിഞ്ഞുകൂടാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുടെ എനർജി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വളരെയധികം പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 2 ഓഫ് പെൻറ്റക്കിൾസ്. പെൻറ്റക്കിൾ എർത്ത് സൈൻ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. അതുപോലെ ഇവിടെ അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്ന സോഡാണ്. സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ കണ്ടില്ലേ, കർമ്മ ഫേസ് ചെയ്യുന്ന എനർജിയാണ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് വിഷമത്തിലാണെന്ന് കാണുന്നത്. ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടാവാം, ഉറക്കം വരാത്ത ചില എനർജീസ് ഉണ്ടല്ലോ, അല്ല എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളാവാം, നോ കോണ്ടാക്ട് അവസ്ഥ ഉണ്ടാവാം, നിങ്ങളോട് ഏതെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ ചിലപ്പോൾ പിണങ്ങിയിട്ടുണ്ടാവാം, അതുമല്ല എങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞ് അവരുടേതായ മനപ്രയാസം, മനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾ അതുവഴി ഒരുപാട് വിഷമത്തിലാണെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നുണ്ട്. അതിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം. മനസ്സിലായി? ഇനി റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങളല്ല, മറ്റു ചില പ്രശ്നങ്ങളുമാകാം. ഉറക്കം വരാത്ത ചില രാത്രികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഉറക്കം വരാതെ ഇരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് കർമ്മ തന്നെയാണ്. പാസ്റ്റ് ലൈഫിൽ ചെയ്ത കർമ്മ നമ്മൾ അറിഞ്ഞും അറിയാതെയും, പലരും പറയും ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. നമ്മൾ പാസ്റ്റ് ലൈഫിൽ ചെയ്തു പോയത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ ഫലമാണ് ഈ ഒരു ജന്മം അനുഭവിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ്, കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് കരയുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവാം, ആങ്സൈറ്റി ഉണ്ടാവാം പല കാര്യങ്ങളിലും, ഫിയർ, ഉള്ളിലെ ഉൾഭയം ഉണ്ടാവും പല കാര്യങ്ങളിലും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിങ്ങളിപ്പോൾ
വിഷമിക്കുകയാണ്. ചിലപ്പോൾ റിലേഷൻഷിപ്പിലൊരു ബ്രേക്കപ്പ് ഉണ്ടാവാം, ചിലപ്പോൾ ഡിവോഴ്സ് കേസുകളിൽ പെട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ ഉള്ള ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നഷ്ടത്തിൻ്റെതായ ഒരു എനർജിയാണ്, നഷ്ടബോധമാണ്. പല കാര്യങ്ങളിലും നഷ്ടം സംഭവിച്ചിരിക്കുന്നു, ജീവിതത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല. അതാണ് ഇവിടെ അനുഭവിക്കുന്നത്. ഈ ഒരു എനർജി കർമ്മയുടേതാണ്. മനസ്സിലായി? ഇവിടെ നിന്നും നിങ്ങൾ ഇങ്ങനെ ഒരു എനർജി വന്നിട്ടുണ്ടോ? ഇത് കുറച്ചു കാലം കഴിയും. എല്ലാ കാലവും ഇങ്ങനെ കുത്തിയിരിക്കത്തില്ല. മനസ്സിലായോ? സോറി. ഇങ്ങനെ എല്ലാ സമയവും നമ്മളിങ്ങനെ ഉറക്കം വരാതെ ഇരിക്കത്തില്ല. കുറച്ച് ദിവസങ്ങളൊക്കെ ഉറക്കം വരാതിരിക്കും. ചിലപ്പോൾ 1-2 ദിവസം ഉറക്കം വരത്തില്ലായിരിക്കും. പിന്നെ നമ്മൾ സ്വയം അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് മുന്നോട്ട് വരാൻ നമ്മൾ തന്നെ പരിശ്രമിക്കും. മനസ്സിലായി? ദൈവികമായ പാതയിലൂടെ നമ്മളൊന്ന് മുന്നോട്ട് വരും. ദൈവാനുഗ്രഹം നമുക്ക് ഉണ്ടാവും. എല്ലായ്പ്പോഴും നമ്മൾ ഇങ്ങനെ ഇരിക്കുകയില്ല. മനസ്സിലായി? ഇന്ന് ഒരു പകലിനൊരു രാവുണ്ടല്ലോ, അല്ലേ? ഒരു രാവ് കഴിഞ്ഞാൽ ഒരു പകലുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ഈ ഒരു വിഷമത്തിനപ്പുറം ഒരു സന്തോഷം വരുന്നുണ്ട്. ഇവിടെ എന്താണ്? ഇവിടെ കണ്ടില്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും ഹെൽത്തിലും വെൽത്തിലും ഒക്കെ നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ. അതുപോലെ തന്നെ നിങ്ങളുടെ ചില ജോലിക്കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ല ഉയർച്ച വരാൻ പോകുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും. ഒരു താരമായിട്ട് തിളങ്ങാൻ, ചില കാര്യങ്ങൾ, ചില ഫീൽഡിലൊക്കെ നിങ്ങൾക്ക് താരമായിട്ട് തിളങ്ങാനുള്ള ഒരു സാഹചര്യം. ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ ഒന്ന് എന്തെങ്കിലും 2 വാക്ക് പറയുക, അല്ലെങ്കിൽ ഒരു അധ്യക്ഷ പദവി വഹിക്കാനായിട്ട് നിങ്ങളെ ക്ഷണിക്കുന്നുണ്ടാവും. അവിടെ നിങ്ങൾക്ക് താരമായിട്ട് ഉയരാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ വരുന്നുണ്ട്. മനസ്സിലായോ? അത്തരത്തിലുള്ള ഒരു ഉയർച്ചയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഒരു ഉയർച്ച വരാൻ പോകുന്നു. ഒരുപാട് സന്തോഷത്തിലേക്കുള്ള എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കൊന്നുകൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് നിങ്ങൾ സെലക്ട് ചെയ്തത് 7 ചക്ര ബ്രേസ്ലെറ്റ് അല്ലേ? നമുക്ക് ടേക്ക് ആക്ഷൻ എന്നാണ് ഏഞ്ചൽസിന്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. ടേക്ക് ആക്ഷൻ എടുത്തോളൂ, അതിനുള്ള സമയമായിരിക്കുന്നു. കണ്ടില്ലേ? ഇങ്ങനെ വിഷമിച്ച് കരയേണ്ട യാതൊരു ആവശ്യമില്ല. ആക്ഷൻ എടുക്കാൻ സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. കണ്ടില്ലേ? ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യം എന്താണ്? ആക്ഷൻ എടുത്തോളൂ, ഈ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വരൂ, ഇതിനുള്ള ആക്ഷൻ എടുക്കൂ എന്നാണ് പറയുന്നത്. ഇംപ്രൂവിങ് ഹെൽത്ത്, നിങ്ങളുടെ ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. മനസ്സിലായി? ചിലപ്പോൾ ഹെൽത്ത് ഒക്കെ അല്ലാഞ്ഞിട്ടായിരിക്കണം ചിലപ്പോൾ രാത്രിയിൽ ഉറക്കം വരാഞ്ഞത്. നമ്മുടെ ആരോഗ്യം കുറയുമ്പോൾ, നമുക്ക് ചിലപ്പോൾ രക്തക്കുറവ് ഉണ്ടാകുമ്പോഴൊക്കെ ഉറക്കം ഇല്ലായ്മ വരും. ഭക്ഷണം ശരിക്കും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. മനസ്സിലായി? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ലതാണോ എന്ന് സെലക്ട് ചെയ്ത് ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ ചെയ്യേണ്ടതായ വ്യായാമങ്ങൾ ചെയ്യുക. എക്സർസൈസ് ഒക്കെ ചെയ്യാവുന്നതാണ്. നടക്കാൻ പോകാം, അതുപോലെ മറ്റ് യോഗയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്തു പോയി പിന്നെ നല്ല ഭക്ഷണങ്ങളും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറക്കക്കുറവിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ ആക്ഷൻ എടുത്തോളൂ, ഇംപ്രൂവിങ് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കൂ എന്ന് പറയുന്നത്. ഏഞ്ചൽസ് പറയുന്നതാണ്. അപ്പോൾ സക്സസ് ആണ്. കണ്ടില്ല? അങ്ങനെ വന്നു കഴിഞ്ഞാൽ സക്സസ് വരും. ജീവിതത്തിൽ ഒരു വിജയം വരാൻ പോകുന്നു നിങ്ങൾക്ക് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ്. ലവ് ആൻഡ് ലെറ്റ് യുവർ സെൽഫ് ബി ലവ്ഡ്. കണ്ടില്ല? നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങൾ സ്വയം സ്നേഹിക്കുക, അപ്പോഴോ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സ്നേഹവും ലഭിക്കും. നമ്മൾ സ്വയം സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു വ്യക്തിയാണല്ലോ മറ്റേത്, അവരെ മാനസികമായിട്ട് നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല എന്നൊരു തോന്നൽ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവും. അത് സ്വയം സ്നേഹിച്ചാൽ മാത്രമേ ആ ഒരു തോന്നൽ വരികയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യൂ എന്ന്. പലരും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യും, പക്ഷെ എന്നിട്ട് എന്താണ് അടുത്ത ദിവസം ചെയ്യുന്ന എന്താണ്? മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ പോകും. ഒരിക്കലും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയും മറ്റുള്ളവരെ വിഷമിപ്പിക്കുകയില്ല. മറ്റുള്ളവർക്ക് വിഷമം തോന്നുന്നത് ഒരു വാക്ക് പോലും പറയുകയില്ല. അപ്പോൾ സെൽഫ് ലവിന്റെ പ്രാധാന്യം തന്നെ എന്താണ്? ഇതുപോലെ മറ്റുള്ളവരെ നമ്മളെ സ്വയം വിഷമിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതുപോലെയാണ് മറ്റുള്ളവരെ ഇതേ ഒരു സോളാണല്ലോ എന്നോർത്തിട്ട് അവരോടും റെസ്പെക്ട് ചെയ്ത് സ്നേഹിച്ച് കഴിയുന്ന എനർജിയാണ് വരുന്നത്. അങ്ങനെ വേണം കഴിയാൻ എന്നുള്ളതാണ് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത്. ഇവിടെ സെറ്റ് യുവർ സൈറ്റ്സ് ഹയർ. നിങ്ങൾ എന്തെങ്കിലും സെറ്റ് ചെയ്യുക, നിങ്ങളുടെ ഒരു ഗോൾ സെറ്റ് ചെയ്യുകയാണ്. അത് നിങ്ങൾ നിസ്സാരമായിട്ടല്ല സെറ്റ് ചെയ്യേണ്ടത്, ഉയർന്ന തരത്തിലേക്ക് വേണം പോകാനെന്നാണ് പറയുന്നത്. ഹയർ ഗോളിനെ സെറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്.
അപ്പോൾ അത് ഒരു ഉയർന്ന നിലയിലേക്ക് പോകാനാണ് നിങ്ങൾ എപ്പോഴും ശ്രമിക്കുക. നിങ്ങൾ വിചാരിക്കുന്ന എനിക്കൊരു ചെറിയ ജോലി മതി, പലരും പറയും എനിക്കൊരു ചെറിയ ജോലി മതി. ഇനി അവിചാരിതമായിട്ട് അത് കിട്ടുന്നുവെങ്കിൽ അതിനെ ഉപേക്ഷിക്കാൻ പാടില്ല. പിന്നെ അങ്ങനെയല്ല ശ്രമിക്കണം, കുറച്ച് നല്ല ശമ്പളമുള്ള നല്ല ഒരു ജോലി വേണം എന്നുള്ള പ്രതീക്ഷകളോടുകൂടി അതിനായിട്ട് പ്ലാൻ ചെയ്ത് അതിലേക്ക് പോവുകയാണ് വേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ ഗോളിനെ സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഉയർന്ന നിലയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ചിന്തയായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് അങ്ങനെയാണ്. മനസ്സിലായോ? അടുത്തായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഡോർ ടു വാല്യൂ. കണ്ടില്ലേ? അപ്പോൾ നിങ്ങളുടെ സാമ്പത്തികത്തിലേക്കുള്ള വാതിലായിരിക്കുന്നു. നിങ്ങൾക്ക് സാമ്പത്തികം വരാൻ തുടങ്ങുന്നു ഇവിടെ. അപ്പോൾ സമ്പത്തിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. 3+1 4 ആണ്, സ്റ്റെബിലിറ്റിയാണ്. കണ്ടില്ലേ? അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നു എന്നുള്ളതാണ്. മണിയായിട്ട് വരുമെന്നാണ്. കണ്ടില്ലേ? അപ്പം വളരെയധികം സന്തോഷത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്റ്റേബിൾ ആവാൻ പോകുന്നു, സ്റ്റെബിലിറ്റി നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ എംപററുടെ എനർജി വന്നതാണ്. ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്റ്റേബിൾ ആവാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇവിടെയും സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആക്ഷൻ എടുത്തോ പോകൂ, ആക്റ്റീവ് ആകൂ കൂടുതലായിട്ട്. അല്ലാതെ മടി പിടിച്ചിരിക്കാൻ പാടില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താണ് വരുന്നുണ്ടല്ലോ, പിന്നെ ഇനി എന്താ വേണം എന്ന് നമ്മൾ വിചാരിച്ച് അവിടെ ഇരിക്കാൻ പാടില്ല. അങ്ങനെ വരില്ല. നമ്മളതിന് ആക്ഷൻ എടുക്കണം, എന്നാലേ വരൂ. മനസ്സിലായോ? നമ്മൾ ആക്ഷൻ എടുക്കാതെ വരുന്നത് എന്താണ്? ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ ലോട്ടറി അടിക്കായിരിക്കും. നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ എന്താണ് അതിന് തക്കതായ കാര്യങ്ങളിൽ നമ്മൾ ആക്ഷൻ എടുത്തേ പറ്റൂ. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തേ പറ്റുകയുള്ളൂ, അല്ലേ? എന്ന് പറഞ്ഞതുപോലെയാണ് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. നിങ്ങൾ ആക്ഷൻ എടുത്തോളൂ, ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകൂ. വളരെ സ്പീഡിലാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ആക്ഷൻ എടുക്കാൻ തയ്യാറാവൂ എന്നാണ് പറയുന്നത്. 1+7 8 ആണ്, അബണ്ടൻസിലേക്കുള്ള പോക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അബണ്ടന്റ് ആവാൻ സാധിക്കും. ഐ ആം അബണ്ടന്റ്, മനസ്സിലായോ എന്നാണ് പറയേണ്ടത്. ഐ ആം സക്സസ്, ഐ ആം അബണ്ടന്റ്. മനസ്സിലായോ? ഐ ആം പവർഫുൾ, അതാണ് ഇവിടെ ഡിസിഷൻ. പിന്നെന്താണ് ഇവിടെ ആക്സിലറേറ്റഡ് മോഷൻ എന്നാണ് വന്നിരിക്കുന്നത്. ഒത്തിരി നിരാശപ്പെട്ടിരിക്കുമ്പോൾ നമുക്കൊരു പ്രകാശം കാണാൻ പറ്റും. 8 ആണ് ഇവിടെ നമ്പർ. കണ്ടില്ലേ? ഇവിടെ ആക്ഷൻ എടുക്കേണ്ട നമ്പർ 8 ആണ്. ഇവിടെയോ? ഇവിടെ നമുക്ക് ദൂരെ നിന്ന് വെളിച്ചം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രതീക്ഷകളെല്ലാം സഫലമാകും. നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ പോകുന്ന ഇനി അധികം ദൂരമില്ല. മുന്നോട്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിജയത്തിലേക്ക്, ഈ ഒരു പ്രകാശത്തിലേക്ക് നമ്മൾ മുന്നോട്ട് അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു സാന്ത്വനത്തിൻ്റെതായ എനർജിയാണിത് ഇവിടെ. സമാധാനിക്കൂ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അവിടെ തന്നെ നിന്നോളൂ. ഇനി തീരുമാനമൊന്നും ഇനി മാറ്റണ്ട. നിങ്ങൾ ഉറച്ച നിലപാടെടുത്തോ ചില കാര്യങ്ങൾക്ക്. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നോളൂ എന്നുള്ളതാണ് പറയുന്നത്. കാരണം ആ നിലപാട് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടേതായ നിലപാടിൽ ഉറച്ചു നിൽക്കൂ. ഇനി മറ്റൊരാൾ കൊണ്ടുവന്ന് വേറൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ അതിലേക്ക് പോകണ്ട. നിങ്ങൾ നിങ്ങളുടേതായ നിലപാടിൽ ഉറച്ചു നിൽക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഫെയിം ഫൗണ്ടേഷൻ ഇവിടെ 4 ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ 444 വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇതാ എംപറർ വന്നിരിക്കുന്നു, സ്റ്റെബിലിറ്റി വന്നില്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റെബിലിറ്റിയുടെ നമ്പർ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. 4 ആണ്. ഫെയിം ഫൗണ്ടേഷൻ ആണ്. ഫെയിം ഫൗണ്ടേഷൻ, നിങ്ങളുടെ ഫൗണ്ടേഷൻ ഉറച്ചതാകുന്നു. നിങ്ങളുടെ അടിത്തറ ഉറയ്ക്കാൻ പോകുന്നു. അതായത് നിങ്ങളുടെ ഇവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? ഫസ്റ്റ് ചക്ര അല്ലേ റൂട്ട് ചക്ര, റെഡ് കളറല്ലേ? അപ്പോൾ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് എന്താണ്? മണി ബ്ലോക്ക് മാറാൻ തുടങ്ങുന്നു. മണി ബ്ലോക്ക് മാറുമ്പോൾ എന്താണ്? ധാരാളമായിട്ട് മണി നമ്മളിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഇവിടെ മുൻപിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, മുൻപിൽ ഒരു വലിയ മല കാണുന്നു, ഈ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും, അതിനെ മറികടക്കാൻ സാധിക്കും. സാമ്പത്തികപരമായ ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾ കൂടുതലായിട്ട് സ്ട്രോങ് ആവാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇനി സോൾ മെസ്സേജസ് ആണ്. ഫ്ലെയിംസ് ഓഫ് ഡിസയർ എന്നാണ്. ലെറ്റ് ദം ഷൈൻ ഔട്ട് ഇൻ റേഡിയൻറ്റ് ലൈറ്റ് ആൻഡ് ഷൻ ഡാർക്ക് പാത്സ്. ഇവിടെ വന്നിരിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1+8 ആണ്. 1+7 8. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഫ്ലെയിംസ് ഓഫ് ഡിസയർ ആണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക്
ജ്വാലകൾ ഉണ്ടാവുമല്ലോ, അല്ലേ? നിങ്ങൾ ഉള്ളിലുള്ള ആഗ്രഹങ്ങളുടെ ജ്വാലയെ ആളിക്കത്തിക്കുമെന്നാണ് പറയുന്നത്. തീ കത്തിച്ചാൽ നമ്മൾ അതിന് ജ്വാലയുണ്ട്, അല്ലേ? ആ ജ്വാല ഒന്നുകൂടെ ആളി കത്തിക്കണമെങ്കിൽ എന്താണ്, ആളണമെങ്കിൽ എന്താണ്, കുറച്ചുകൂടി ഉയരത്തിലേക്ക് അതിന്റെ ജ്വാല വരണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് എന്തെങ്കിലും മാർഗം കൂടെ ചെയ്തേ മതിയാകും, അല്ലെ? കുറച്ച് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആളിക്കത്തും എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, ആ ആഗ്രഹത്തിന് ഒന്നുകൂടി തിരികൊളുത്തി അതിന്റെ ജ്വാലയെ ഒന്നുകൂടി കൂടുതലാക്കി കൊണ്ടുവരൂ. മനസ്സിലായോ? ആഗ്രഹങ്ങളുടെ ജ്വാലയെ ആളിപ്പടർത്തിക്കൂ എന്നാണ് പറയുന്നത്. ആളിക്കത്താൻ അനുവദിക്കൂ. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉള്ളിലിരുന്നിട്ട് കാര്യമില്ല. അത് സാധിക്കാൻ വേണ്ടി നിങ്ങൾ എന്തും ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. 1+7 ആണ്, 8 ആണ്, അബണ്ടൻസിന്റെ നമ്പറാണ്. ഇവിടെ ഡിഫിക്കൽട്ട് പാത്ത് ഇസ് ബീങ് റിവീൽഡ്, ആസ്ക് ഫോർ ഹെൽപ്പ് ആൻഡ് ലേൺ ദാറ്റ് വി ആർ ഓൾ കണക്റ്റഡ്. നിങ്ങളുടെ മുൻപിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടേറിയ ഏതെങ്കിലും ഒരു പാത, എവിടെയെങ്കിലും ഒരു വഴിക്ക് പോകുമ്പോൾ വഴി മുടക്കിയായിട്ടൊരു വലിയ പാറ നമ്മുടെ മുൻപിൽ ഉണ്ടാവും. അപ്പോൾ അതിനെ ഒന്ന് എടുത്തു മാറ്റിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അതിനായിട്ട് എന്താ നമ്മളിവിടെ ചെയ്യേണ്ടത്? ആരെയെങ്കിലും സഹായത്തിന് വിളിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ മുൻപിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടേറിയ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോടും കൂടി സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ്, സഹായം ചോദിക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. യുവർ കമ്മിറ്റ്മെന്റ് ഈസ് ബീയിങ് ടെസ്റ്റഡ്. ഇനി മോണോളജിയാണ് നമുക്ക് പറയുന്നത്. നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്, നിങ്ങൾ പല കാര്യങ്ങളിലും കമ്മിറ്റഡ് ആണ്. അതിപ്പോൾ ടെസ്റ്റിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. കാരണം നിങ്ങളിവിടെ ഹാർഡ് വർക്ക് ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വരാറായിരിക്കുന്നു എന്നുള്ളതാണ്. മുൻപോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ്. ഇവിടെ സ്കോർപ്പിയോ ആണ് വന്നിരിക്കുന്നത്, വിശാഖം കാലാനിടം തൃക്കേട്ട. അപ്പൊ ഇവിടെ എന്താണ് എന്ന് പറഞ്ഞ്, വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ്. നിങ്ങളുടെ ഉള്ളിൽ ഫിയർ ഉണ്ട്, പേടിയുണ്ട്. ചില നാളുകാർക്ക് കണ്ടമാനം പേടി അനുഭവിക്കുന്നതാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ പേടിക്കും. ചില കാര്യങ്ങളിൽ ഒരുപാട് ആകാംക്ഷ, അയ്യോ അത് ശരിയാണോ തെറ്റാണോ, എന്താണ്, അവരെന്നെ അങ്ങനെ പറഞ്ഞല്ലോ, ഇവരെന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലായ്പ്പോഴും എന്താണ്, അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനർജി ഉണ്ട് ചില ആൾക്കാർക്ക്. അപ്പോൾ നിങ്ങൾ അതിനെതിരായിട്ട് വർക്ക് ചെയ്യൂ എന്നുള്ളതാണ്. അതിനെ മാറ്റാനുള്ള സമയമായിട്ടുണ്ട്. അത് മാറ്റൂ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ചെറിയ പേടിയെ അങ്ങ് മാറ്റിയേക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അതിനായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യൂ. അതിനായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ നല്ലതാണ്. അങ്ങനെ നിസ്സാരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഒരു ഫിയർ അനുഭവിക്കുന്നുണ്ട്, ആങ്സൈറ്റി അനുഭവിക്കുന്നുണ്ട്, ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ദ എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ് എന്നാണ്. കണ്ടേ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ടഫായിട്ടുള്ള സൈക്കിൾ ഉണ്ടല്ലോ, അതായത് വളരെ നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഇതിനെ മറികടക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇതിനെ നേടാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ആ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ഒക്കെ ഒരു അവസാനം വരുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഗണപതി ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ആണ് ഡിസിഷൻ. ചിലപ്പോൾ 3+1 4 ആണ്. മനസ്സിലായി, ഇവിടെ ഒത്തിരി 4 വന്നിട്ടുണ്ട്, 4 ഒക്കെ വന്നിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സ്റ്റെബിലിറ്റിയെ കുറിക്കുന്നതാണ്, ഡിസിഷനാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ ആ ഡിസിഷൻ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളൂ. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുത്ത് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അതിനായിട്ട് നമ്മൾ പ്രയത്നിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കത് സാധിക്കും, അല്ലേ? എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നതും അത് തന്നെയാണ്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരൂ എന്നാണ്. റെവലേഷനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ വന്നിട്ടുണ്ട്. റെവലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾക്കുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ട് ജീവിതത്തിൽ ഒരു പരാജയം വന്നു, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ പോലെ ഒരു സൗഖ്യം വരുന്നില്ല, മറ്റുള്ളവർ നേടുന്ന വിജയം എൻ്റെ ജീവിതത്തിൽ വരുന്നില്ല, ഞാൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു തോൽവി എൻ്റെ ജീവിതത്തിൽ എന്നുള്ളതിനൊരു തെളിവ് നിങ്ങൾക്ക് മുന്നിൽ പ്രകടമാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കും. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതിൻ്റെ യാഥാർത്ഥ്യം ഇവിടെ പ്രകടമാകുന്നു, അതിനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഭഗവാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ആണ്. അതുപോലെ ഡിറ്റർമിനേഷൻ ആണ് വന്നിരിക്കുന്നത്. ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ 3+1 2+1 3 ആണ്. ഇവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വരുന്നുണ്ട്.
സാമ്പത്തികം നോക്കിയിരിക്കുന്നവർക്ക് സാമ്പത്തികം, സ്ഥിരമായിട്ട് ഉത്സാഹം, ചില തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ, പുതിയ പുതിയ ചില തീരുമാനങ്ങളെടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്താണ് വേണ്ടത്? ദൈവാനുഗ്രഹമല്ലേ വേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള തീരുമാനമെടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരും. അപ്പോൾ ആ ഒരു ദൈവാനുഗ്രഹത്തെ കരുതി തന്നെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളൂ, ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്നാണ് ഭഗവാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങൾ സെക്കൻഡ് പേജ് സെലക്ട് ചെയ്തിരുന്നത് 7 ചക്ര ബ്രേസ്ലെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ചക്രയുടെ ആക്ടിവേഷനൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷന് വേണ്ടി മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ള റീഡിങ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, സപ്പോർട്ട് ആവുമല്ലോ. അപ്പോൾ നിങ്ങൾക്കിവിടെ പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാനും പറ്റും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.